തെന്മല പഞ്ചായത്തിലെ നാഗമല വാർഡിൽ അതിരൂക്ഷമായ വന്യമൃഗശല്യത്തിനും വികസന പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിനായി നാഗമല വാർഡിലെ പൊതുജനങ്ങളെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തി അവലോകന യോഗം ചേർന്നു. കുറവൻതാവളം വായനശാലയിൽ വെച്ച് കൂടിയ അവലോകന യോഗം തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭാ സതീശന്റെ അധ്യക്ഷതയിൽ പുനലൂർ MLA C. അജയപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ഷെഹുബാനത്ത് സ്വാഗതം പറഞ്ഞു. മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം സിബിൽ ബാബു വിഷയാവതരണം നടത്തി. നാഗമല വാർഡിൽ നമ്മൾ നിരവധി പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വാർഡാണ് നാഗമല വാർഡ്. വാർഡ് എന്ന് പറഞ്ഞാൽ വന്യമൃഗ ശല്യവും ഏറ്റവും അതിരൂക്ഷമായി ഇവിടുത്തെ ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു മീറ്റിംഗ് നമ്മുടെ ഈ വാർഡ് തലത്തിൽ നടത്തണമെന്ന് ബഹുമാനപ്പെട്ട ഒരു അവലോകന യോഗം എന്നാണ് നമ്മൾ ബഹുമാനപ്പെട്ട MLA ശ്രദ്ധയിൽ വിഷയം പറയുകയും ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ പരിപാടി ഇവിടെ ഈ അവലോകന യോഗം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ച് ഈ മാമ്പഴത്ര നാഗമല കുറവന്താളം പ്രദേശത്തെ വന്യമൃഗ ശല്യത്തിന് ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു യോഗം ഇന്നിവിടെ വിളിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ മാമ്പഴത്ര കുറവന്താളം പ്രദേശം നാഗമല പ്രദേശത്ത് നമുക്ക് നിരവധി വന്യമൃഗങ്ങളുടെ ശല്യം നമ്മുടെ ജനങ്ങളിലേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടി നിരവധി പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ അതെല്ലാം തന്നെ നമുക്ക് ഈ കാലക്രമേണ മോശമായി പോയതുകൊണ്ട് ജനങ്ങളുടെ സ്വത്തിനും ജീവനും പൂർണ്ണ സംരക്ഷണം നൽകണം എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലൊരു മീറ്റിംഗ് നമ്മൾ അറേഞ്ച് ചെയ്തത്. ജില്ലാ പഞ്ചായത്ത് അംഗം റീന ഷാജഹാൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആനി ടോം, പഞ്ചായത്ത് അംഗം ശാലിനി മോൾ, പുനലൂർ DFO YM ഷാജികുമാർ IFS, പത്തനാപുരം റേഞ്ച് ഓഫീസർ S. അനീഷ്, ആര്യങ്കാവ് റേഞ്ച് ഓഫീസർ S. അനോജ്, എസ്റ്റേറ്റ് മാനേജർ ഷിജിൽ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ജനപ്രതിനിധികളുടെയും നാഗമല വാർഡിലെ പൊതുജനങ്ങളുടെയും പരാതികളും ആശങ്കയും പൂർണ്ണമായും പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് പുനലൂർ MLA C. അജയപ്രസാദ് അവലോകന യോഗത്തിൽ പറഞ്ഞു. ബോർഡർ ന്യൂസ്, ആര്യങ്കാവ്. കാര്യമില്ല, നമ്മളിപ്പോൾ ഇന്നിങ്ങനൊരു യോഗം വിളിച്ചത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി. കാട്ടുമൃഗങ്ങളുടെ ശല്യം അത് തൊഴിലാളികളെയും അതുപോലെ കൃഷിക്കാരെയും ഈ ഭാഗത്ത് താമസിക്കുന്ന എല്ലാ മനുഷ്യരെയും വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് എന്നുള്ള നിലയിൽ ഇവിടെ ഇന്ന് സിബിൽ ബാബു അടക്കമുള്ള പഞ്ചായത്ത് മെമ്പർ, മറ്റുള്ള പൊതുപ്രവർത്തകരെല്ലാവരും നിരന്തരമായി ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാവിലെ അവർക്കുള്ള ലയങ്ങളിൽ നിന്ന് തുറന്ന് ഇറങ്ങുന്ന വാതിക്കൽ ആന നിൽക്കുന്ന അനുഭവം, മറ്റുള്ള പന്നിയടക്കമുള്ള അനുഭവങ്ങൾ, വന്ന് നിൽക്കുന്ന അനുഭവങ്ങൾ, അവരുടെ ആക്രമണം ഏൽക്കുന്നു. അപ്പം അതിനെല്ലാം ശാശ്വതമായ ഒരു പരിഹാരമാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ വേണമെങ്കിൽ ഓലപ്പാറയിൽ കറവൂർ ഭാഗത്തെ VSSന്റെ പ്രതിനിധികളും മാമ്പഴത്തറ കുറവന്താവളം ഭാഗത്തെ ആളുകളും എല്ലാവരും കൂടെ ചേർന്ന് അതിന് DFO അടക്കമുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും കൂടെ ചേർന്നുകൊണ്ട് വ്യക്തമായ നിലയിൽ ഒരു ധാരണയുണ്ടാക്കി ആ ധാരണ ഈ മൃഗങ്ങളിൽ നിന്നും വന്യജീവികളിൽ നിന്നും കൃഷിക്കാരെയും തൊഴിലാളികളെയും നാട്ടുകാരെയും എങ്ങനെ സംരക്ഷിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇവിടെ വേണമെങ്കിൽ ഓലപ്പാറയിൽ കറവൂർ ഭാഗത്തെ VSSന്റെ പ്രതിനിധികളും മാമ്പഴത്തറ കുറവന്താവളം ഭാഗത്തെ ആളുകളും എല്ലാവരും കൂടെ ചേർന്ന് അതിന് DFO അടക്കമുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും കൂടെ ചേർന്നുകൊണ്ട് വ്യക്തമായ നിലയിൽ ഒരു ധാരണയുണ്ടാക്കി ആ ധാരണ ഈ മൃഗങ്ങളിൽ നിന്നും വന്യജീവികളിൽ നിന്നും കൃഷിക്കാരെയും തൊഴിലാളികളെയും നാട്ടുകാരെയും എങ്ങനെ സംരക്ഷിക്കാൻ കഴിയും. അതിനെങ്ങനെയാണ് ഫോറസ്റ്റ് വകുപ്പ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിൻ്റെയും കൂടി ഒരു വ്യക്തത വരുത്തിക്കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു യോഗം വിളിച്ചത്. വന്യമൃഗ ശല്യങ്ങളിൽ നിന്ന് എങ്ങനെ ആണ് ഫോറസ്റ്റ് വകുപ്പ് കൂട്ടായിട്ടുള്ള ജനകീയ സമിതികൾ രേഖപ്പെടുത്തിക്കൊണ്ട് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കി നമുക്ക് പിരിയാൻ കഴിയണം, പെട്ടെന്ന് പിരിയാൻ കഴിയണം. അപ്പോൾ ആ നിലയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. പുനലൂർ പോകണമെങ്കിൽ ഉപ്പൂരി വരെ 6 കിലോമീറ്റർ 1 മണിക്കൂർ എടുത്താൽ എത്താത്തൊരവസ്ഥയാണ്. മാമ്പഴത്തറ കുറവന്താവളം പ്രദേശങ്ങളിലെ വന്യജീവി ആക്രമണത്തിൽ
ഭയത്തോടു കൂടിയിട്ട് ഉള്ള ആളുകൾ കാണുകയും ആ സാഹചര്യത്തിൽ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും ഈ മേഖലയിലെ പ്രധാനപ്പെട്ട ആളുകളുടെ എല്ലാവരുടെയും കൂടി യോഗമാണ് നടന്നത്. ഈ യോഗത്തിൽ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് DFO അടക്കമുള്ള താഴോട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, പഞ്ചായത്ത് മെമ്പർമാർ അടക്കമുള്ള ആളുകളും ഈ പ്രദേശത്തെ ഈ കെടുതികൾ അനുഭവിക്കുന്ന മേഖലകളിലെ ആളുകളും മാമ്പഴത്തറയിലെ ഉന്നതിയിലെ ആളുകളും എല്ലാവരും പങ്കെടുത്തുകൊണ്ടാണ് യോഗം ചേർന്നത്. ഈ യോഗത്തിൽ വെച്ച് കാട്ടുമൃഗ ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ചില ധാരണകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് കാട്ടുമൃഗങ്ങളുടെ ശല്യം തൊഴിലാളികളെയൊക്കെ ഒട്ടേറെ ബാധിക്കുന്നുണ്ട്. കാരണം രാവിലെ അവർ ജോലിക്ക് പോകുന്ന ആളുകൾ വെളുപ്പാങ്കാലത്ത് ജോലിക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ അവരുടെ ലയങ്ങളുടെ വാതിക്കൽ ആന അടക്കം മറ്റുള്ള വന്യമൃഗങ്ങളും നിൽക്കുന്ന സാഹചര്യമുണ്ട്. അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി കുറച്ച് ഫെൻസിങ് സൗകര്യം നേരത്തെ ഏർപ്പാട് ചെയ്തിരുന്നു. അത് എത്രയും പെട്ടെന്ന് ആ ഫെൻസിങ്ങിൻ്റെ പണികൾ ടെൻഡർ കൊടുത്തത് അത് പൂർത്തീകരിക്കും. മറ്റൊന്ന്, ഉന്നതിയുടെ ചുറ്റും കിടങ്ങെടുത്തുകൊണ്ട് ആനയുടെ ശല്യം ഒഴിവാക്കാൻ ആവശ്യമായിട്ടുള്ള തീരുമാനമെടുക്കും. വന്യമൃഗങ്ങളിൽ നിന്നും ഈ പ്രദേശത്തെ ആളുകളെ, തൊഴിലാളികളെയും മറ്റുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും കൃഷിക്കാരെയും ഒക്കെ സഹായിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാം എന്നുള്ള നിലയിലാണ് ഒരു ധാരണ ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം മറ്റ് ആവശ്യങ്ങൾ ആളുകളുടെ ഇടയിൽ നിന്ന് ഉയർന്നു വന്നു. ഉപ്പുകുഴി മാമ്പഴത്തറ റോഡിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് നിലവിൽ 30 ലക്ഷം രൂപയുടെ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ അതുകൊണ്ട് അത് ആ റോഡിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കുറച്ച് ഫണ്ടും കൂടെ വെച്ച്, ആവശ്യമായ ഫണ്ടും കൂടെ വെച്ച് ആ റോഡിൻ്റെ പണി പൂർത്തീകരിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് തീരുമാനിച്ചത്. അംഗൻവാടിയുടെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട കാര്യം പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും VSSും കൂടി ചേർന്നുകൊണ്ട് ഉന്നതിയിലെ അംഗൻവാടിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്നുള്ളതിനെക്കുറിച്ചും ഒരു ധാരണയായിട്ടുണ്ട്. അവിടുത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം തന്നെ പഞ്ചായത്ത് മെമ്പറും ബന്ധപ്പെട്ട അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡറും മുൻ പഞ്ചായത്ത് മെമ്പറും ഒക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വാട്ടർ അതോറിറ്റിയുടെ EE തന്നെ വിളിച്ച് അത് അടുത്ത കുറച്ച് ദിവസങ്ങൾക്കകം പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള തീരുമാനം എടുക്കാം എന്നുള്ള നിലയിൽ അവരുടെയും ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം ഉള്ള ഉറപ്പുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്തെ ആളുകളുടെ ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് വന്യമൃഗങ്ങളിൽ നിന്നുള്ള അവരുടെ ഉത്കണ്ഠ ഒഴിവാക്കുന്നതിന് കഴിയും. ഈ പറഞ്ഞ വികസന പ്രവർത്തനങ്ങൾക്ക് കുറച്ച് മുന്നോട്ട് പോകാൻ കഴിയും. അതുപോലെ തന്നെ PMGSYയിൽ നേരത്തെ 4-5 വർഷത്തിന് മുമ്പ് പണിഞ്ഞ ആ റോഡുകളുടെ സംരക്ഷണം ഇപ്പോൾ ജില്ലാ പഞ്ചായത്താണ്. ജില്ലാ പഞ്ചായത്ത് മെമ്പറും ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നുണ്ട്. ആ യോഗത്തിൻ്റെ ധാരണയനുസരിച്ച് ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് തൽക്കാലം ഈ പാച്ച് വർക്ക് ചെയ്യാൻ കുഴിയായ പ്രദേശങ്ങളിൽ അതടച്ച് കൊണ്ട് മെയിൻ്റനൻസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള തീരുമാനം ഉണ്ടാകണമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരുടെയും കൂട്ടായ ഒരു പരിശ്രമത്തിലൂടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ ആവശ്യമായിട്ടുള്ള തീരുമാനമാണ് ഇന്നത്തെ യോഗത്തിലെടുത്തിട്ടുള്ളത്.